വർഷങ്ങൾ നീണ്ട അവഗണനയാണ് ശശി തരൂരിന് കോൺഗ്രസിൽ നിന്ന് ലഭിച്ചത്. ഈ പറയുന്ന പോലെ വിശ്വപൗരനായിരിക്കുന്ന ആ മനുഷ്യന് അദ്ദേഹത്തിന് എന്തെല്ലാം സംഭാവനകൾ ആ പാർട്ടിക്ക് വേണ്ടിയിട്ട് രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്യാൻ കഴിയുമോ അതൊന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ കോൺഗ്രസ് അദ്ദേഹത്തെ ഉപയോഗിക്കാതെ ഒരുപാട് ഒതുക്കിയാണ് കൊണ്ടുപോയത്. ഈ പറയുന്ന കോൺഗ്രസ് അധ്യക്ഷനാവാനുള്ള യോഗ്യത വരെയുള്ള ആളാണ്, പക്ഷേ കോൺഗ്രസ് ഉപയോഗിച്ചില്ല. ഇപ്പോൾ അദ്ദേഹം വളരെ ശക്തമായി തന്നെ കോൺഗ്രസിനകത്ത് ഉള്ള അസ്വസ്ഥതകൾ പ്രകടമാക്കുന്നുമുണ്ട്. എന്തായാലും ശശി തരൂർ കോൺഗ്രസ് വിടുമെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന കാര്യമാണ്. എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. BJP-യിലേക്ക് തന്നെയാണോ അതോ മറ്റേതെങ്കിലും ഒരു സങ്കേതം ഒരുക്കി ആകുമോ എന്നുള്ളത്. എന്തായാലും കോൺഗ്രസ് വിടുന്നു ശശി തരൂർ എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലേ? തീർച്ചയായും ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നമ്മൾ നോക്കുമ്പോൾ, പ്രത്യേകിച്ചും ഈ കോൺഗ്രസിലെ പ്രസിഡന്റ് ഇലക്ഷന് ശേഷം ശശി തരൂർ ഏത് രീതിയിലാണ് കോർണർ ചെയ്യപ്പെട്ടത്. മാത്രമല്ല ഇപ്പോൾ ഒരു സർവേ വന്നിരുന്നു. ആ സർവേക്ക് ശേഷം കോൺഗ്രസിലെ ചില നേതാക്കളുടെ പ്രതികരണമുണ്ട്. ആ സർവേ തെറ്റായിരിക്കും, അതായത് ശശി തരൂർ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊക്കെ സർവേ ആയിരുന്നത്. അപ്പോൾ അങ്ങനെ ശശി തരൂരിനെ പൂർണ്ണമായിട്ടും സൈഡ് ലൈൻ ചെയ്യാൻ നോക്കുന്ന ഒരുപാട് കോൺഗ്രസിനകത്തുള്ള നേതാക്കളുണ്ട്, അദ്ദേഹത്തെ കോർണർ ചെയ്യാൻ നോക്കുന്നത്. അത് ശശി തരൂരിനെ സംബന്ധിച്ച്, ശശി തരൂരിനെ പോലെ ഇത്രയും കേപ്പബിലിറ്റി ഉള്ള ഒരു ഇന്റർനാഷണൽ ഡിപ്ലോമാറ്റിക് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു നേതാവ് ഇങ്ങനെ തഴയപ്പെടുന്നു എന്ന് പറഞ്ഞത് അദ്ദേഹത്തെ സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിനെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ശശി തരൂർ അതിന് പറ്റിയൊരു അവന്യൂ തേടുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ BJP-യിലേക്ക് വരും, അല്ലെങ്കിൽ സ്വന്തമായി എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമോ, അല്ലെങ്കിൽ ഒരു പുതിയ പാർട്ടി തുടങ്ങുമോ, അങ്ങനെയൊക്കെ അതിനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ശശി തരൂരിനെ സംബന്ധിച്ച് ഇപ്പോൾ BJP-യിലേക്ക് വരികയാണെങ്കിൽ BJP-ക്കാണ് അവിടെ ഒരു വലിയ അപ്ലിഫ്റ്റ് കിട്ടുന്നത്. അപ്പോൾ BJP-യിൽ ഈ പറഞ്ഞ പോലെ പ്രാസംഗികരായിട്ടുള്ള ഒരുപാട് നേതാക്കൾ ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഈ പോലെ ഈ ഒരു മാസ് അപ്പീലുള്ള നേതാക്കളൊക്കെ ഉണ്ടെങ്കിൽ പോലും, അവർക്ക് കേരളത്തിലൊരു ഇന്റലക്ച്വൽ അപ്പീൽ പൊതുവെ കുറവാണ്. എസ്പെഷ്യലി ഈ ഒരു ലെഫ്റ്റ് എക്കോസിസ്റ്റത്തിനിടയിൽ, ലെഫ്റ്റ് ലിബറൽ ബുദ്ധിജീവികൾക്കിടയിൽ. സംഭവം ഈ ലെഫ്റ്റ് ലിബറൽ ബുദ്ധിജീവികൾക്ക് വലിയ എന്താ പറയുക സബ്സ്റ്റൻസ് ഉണ്ടായിട്ടല്ല, പക്ഷെ ആളുകൾക്കിടയിൽ അവരിപ്പോഴും എന്തോ ഒരു ബുദ്ധിജീവി ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരാണ്. അവർക്കാണ് ഇവിടുത്തെ എക്കോസിസ്റ്റത്തിനെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവുള്ളത്. അപ്പോൾ ആ സ്പേസിലേക്ക് BJP-ക്ക് ഒരു വലിയ എൻട്രി ആയിരിക്കും കിട്ടുക. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഉണ്ടെങ്കിൽ പോലും രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഈ പറഞ്ഞ പോലെ ട്രോളുകളിലൂടെയൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇമേജ് ഡാമേജ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കാര്യം തരൂരിനെ വെച്ചുകൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം തരൂരിന് ഓൾറെഡി ഒരു വലിയ ആക്സെപ്റ്റൻസ് ഉള്ള നേതാവാണ്. തരൂർ BJP-യിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും BJP-യുടെ ഒരു ഫേസ്, BJP-യുടെ കേരളത്തിലെ ഇമേജ് തീർച്ചയായിട്ടും മാറും. ഈ ലിബറൽസിനിടയിലുള്ള ആക്സെപ്റ്റൻസ് കൂടും. പിന്നെ അദ്ദേഹത്തിന് ഈ പറഞ്ഞ BJP-ക്ക് ഇപ്പോൾ നിലവിൽ ഇൻറോഡ്സ് ഇല്ലാത്ത പല മേഖലകളുണ്ട്. അവിടേക്കൊക്കെ തന്നെ തരൂരിന് BJP-യെ എന്താ പറയുക കൊണ്ടെത്തിക്കാൻ സാധിക്കും. അപ്പോൾ അത് എന്താ പറയുക BJP-യെ സംബന്ധിച്ച് ഒരു വലിയ അപ്ലിഫ്റ്റാണ്. മാത്രമല്ല തരൂരിന് അതിൻ്റെ ബെനിഫിറ്റ്സും ഉണ്ടാകും. കാരണം തരൂർ BJP-യിലേക്ക് പോയി കഴിഞ്ഞാൽ, BJP പറഞ്ഞ പോലെ ടാലൻസിനെ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. അവർക്ക് അങ്ങനെ ഒരു ഡൈനാസ്റ്റി പൊളിറ്റിക്സ് വലിയ രീതിയിൽ ഇല്ലാത്തതുകൊണ്ട് ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾ വരുമ്പോൾ അവരെ നല്ല സ്ഥാനം കൊടുക്കുകയും അവരെ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും നോക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ തരൂരിനെ വെച്ച് BJP യൂട്ടിലൈസ് ചെയ്യും. അത് തരൂരിനും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സിനും ഒരുപാട് ഗുണം ചെയ്യുന്നൊരു കാര്യമായിരിക്കും. തീർച്ചയായിട്ടും അത് തന്നെയാണ് BJP-യുടെ ഒരു രീതി. ഈ പറയുന്ന ഒരു കഴിവുറ്റ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഉപയോഗപ്പെടുത്തുക. അതിൻ്റെ ഉദാഹരണം നമ്മൾ കണ്ടു. ഈ വിദേശത്തേക്ക് അയച്ച പ്രതിനിധി സംഘത്തിൻ്റെ തലവനായിട്ട് ശശി തരൂരിനെയാണ് പ്രധാനമന്ത്രി മോദി. എന്നിട്ട് അദ്ദേഹം തന്നെ നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു, ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നു. അപ്പോൾ ശശി തരൂർ BJP-യിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം, അതായത് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പദവി വഹിക്കുന്നതിനപ്പുറത്തേക്ക് ക്രിയാത്മകമായി ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ കേരളത്തിലെ BJP-യിലേക്ക് അദ്ദേഹം കടന്നു വരുമ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും, ഏത് പൊസിഷനിലേക്കായിരിക്കും വരാൻ സാധ്യത? ഇവിടുത്തെ പൊസിഷൻ ഏതായിരിക്കുമെന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു പക്ഷേ എനിക്ക് പറയാൻ പറ്റും, ഇവിടുത്തെ രാജീവ് ചന്ദ്രശേഖർ പ്ലസ് തരൂർ ഇക്വേഷൻ ഭയങ്കര ഒരു മാറ്റമായിരിക്കും BJP-ക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഒരു യൂത്തിനെ അട്രാക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു എന്താ പറയുക ഇന്റലക്ച്വൽ ക്രൗഡിനെ അട്രാക്ട് ചെയ്യാൻ ഇവർക്ക് രണ്ടുപേർക്കും കൂടെ നന്നായിട്ട് സാധിക്കും. അപ്പോൾ അത് BJP-യെ സംബന്ധിച്ച് കേരളത്തിൽ വലിയ വളർച്ചയായിരിക്കും. തരൂരിന് ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ CM കാൻഡിഡേറ്റ് തന്നെ ആയേക്കാം BJP-യുടെ. ഞാൻ പറഞ്ഞത് എന്താ പറയുക BJP വലിയ മാറ്റം ഉണ്ടാക്കുന്നതല്ല, ബട്ട് അറ്റ് ദ സെയിം ടൈം തരൂർ വരികയാണെങ്കിൽ അവർ നിലവിലെ അവസ്ഥയിൽ നിന്ന് എന്തായാലും ഒരു വലിയ എന്താ പറയുക ഗ്രാഫ് തീർച്ചയായിട്ടും ഉയർത്താൻ തരൂരിന് നന്നായി സാധിക്കും. ഈ തരൂർ പ്ലസ് രാജീവ് ചന്ദ്രശേഖർ ആ ഒരു ഡൈനാമിക്സ് നന്നായിട്ട് വർക്കൗട്ട് ആവുകയും ചെയ്യും. കാരണം അവർക്ക് രണ്ടുപേർക്കും തന്നെ ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷറുള്ള നേതാക്കളാണ്. അപ്പോൾ അവർ ഈ ഒരു എന്താ പറയുക ചെറിയ രീതിയിലായിരിക്കില്ല കാര്യങ്ങളൊക്കെ നോക്കിക്കാണുന്നത്. അതിനെ ഒരു ഗ്ലോബൽ തലത്തിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊസിഷൻ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലായിരിക്കും തരൂർ BJP-യിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന ചേഞ്ചസ്.
അതായത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട പദവികളിലേക്ക് ഞങ്ങൾ പല വീഡിയോകളിലും മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരും മുമ്പ് പറയാറുണ്ട്. അതായത് ഉപരാഷ്ട്രപതി അതുവരെയുള്ള വലിയ പൊസിഷനുകളിലേക്ക് വരെ എടുത്തുയർത്തി വെക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് ശശി തരൂരിൻ്റെത്. അപ്പോൾ BJPക്ക് സ്വാഭാവികമായിട്ടും കേരളത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് എന്തായാലും BJPയിലെത്തുന്ന തരൂർ ഒപ്പം ഉണ്ടാകുമെന്നുള്ള സംശയമില്ല. ആ ഘട്ടത്തിൽ അത് വിജയിച്ചു കഴിഞ്ഞാൽ കേരളത്തിലായിരിക്കുമല്ലോ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന രംഗം എന്ന് പറയുന്നത്. പക്ഷേ അതല്ലെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന രാജ്യത്തിൻ്റെ ഉന്നതമായ പദവികളിലേക്ക് ഈ ഉടനെ അല്ലെങ്കിലും സമീപഭാവിയിൽ എത്താനുള്ള ഒരു സാധ്യത കൂടിയില്ലേ? തീർച്ചയായിട്ടും. കാരണം തരൂരിനെ പോലെ ഒരു നേതാവിനെ BJP അക്കോമഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു വലിയ പദവി കൊടുക്കാതെ പറ്റില്ല. അപ്പോൾ അതെന്തായാലും ഒരു എന്താ പറയുക, ഒരു ഗ്യാരണ്ടീഡ് സംഗതിയാണ്. അപ്പോൾ അത് എന്ത് എന്ന കാര്യത്തിൽ മാത്രമേ ഒരു സംശയമുള്ളൂ. കാരണം അതൊരു ചെറിയ പദവി ആയിരിക്കില്ല എന്തായാലും. കാരണം തരൂർ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ ഞാനിപ്പോൾ ഉപരാഷ്ട്രപതി അല്ലെങ്കിൽ ഗവർണർ എന്ന രീതി ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഒരു ആക്റ്റീവ് പൊളിറ്റീഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പൊളിറ്റിക്സിൽ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്ന കാര്യമായിരിക്കും BJP കൂടുതലും നോക്കുക. അപ്പോൾ BJPയുടെ ഞാൻ മനസ്സിലാക്കുന്നത് തരൂർ BJPയുടെ ഭാഗമായിട്ട് ഇപ്പം മത്സരിക്കുകയാണെങ്കിൽ BJPയുടെ CM ഫേസ് എന്തുകൊണ്ടും തരൂർ തന്നെയായിരിക്കും. രാജീവ് ചന്ദ്രശേഖർ ആ ഒരു മൊത്തം ക്യാമ്പയിൻ ഡ്രൈവ് ചെയ്യും. അതിൻ്റെ ഒരു ലീഡ് ചെയ്യുന്ന ഫേസ് ആയിരിക്കും രാജീവ് ചന്ദ്രശേഖർ. തരൂരിനെ ആയിരിക്കും ഒരു CM കാൻഡിഡേറ്റ് ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യുക. എൻ്റെ അസംഷനാണ് കേട്ടോ. കാരണം അവർക്ക് അത്രയും നല്ലൊരു ഒരു ഇമേജ് അപ്ലിഫ്റ്റ് ആയിരിക്കും അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്. മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ ഒരു സ്ട്രാറ്റജിക് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ കോർപ്പറേറ്റ് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി കൂടി ആയതുകൊണ്ട് ഇപ്പോഴത്തെ BJPൻ്റെ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന അവരുടെ റിപ്പോർട്ടിംഗ് സ്ട്രക്ചറൊക്കെ ഈ കോർപ്പറേറ്റ് റിപ്പോർട്ടിംഗ് പോലെയാണ്. കാരണം എല്ലാ ദിവസവും ഓരോ നേതാക്കളും ചെയ്യുന്ന പണി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹം ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പണ്ടത്തെ പോലത്തെ ആ ഒരു ഫ്രീഡമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലാക്കഡൈസിക്കൽ അപ്രോച്ചൊന്നും ഇപ്പം ഇവിടുത്തെ നേതാക്കൾക്കും പറ്റുന്നില്ല. അപ്പോൾ രാജീവിൻ്റെ ഒരു സ്ട്രാറ്റജി പ്ലസ് തരൂർ എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ, ഇത് രണ്ടും കൂടെ വർക്കൗട്ട് ആയാൽ BJPക്ക് അത് വലിയ സാധ്യതകളാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേരളത്തിൽ. അതായത് യുവാക്കൾക്കിടയിൽ ഈ പറഞ്ഞ പോലെ വലിയ സ്വാധീനമുണ്ട്. ഇപ്പോൾ യുവാക്കൾ BJPയിലേക്ക് അട്രാക്റ്റഡ് ആവുന്നുണ്ട്. ക്രിസ്ത്യൻ യൂത്ത് ഈ വലിയ രീതിയിൽ ഇതിലേക്ക് വരുന്നുണ്ട്. കാര്യം ഇവർക്ക് ഈ പറയുന്ന CPM ഒക്കെ കോൺഗ്രസും ഒക്കെ പറഞ്ഞ് വർഗീയത എന്ന് പറയുന്നതല്ലാതെ ഇതിലേക്ക് വന്ന് നോക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും ഒരു വർഗീയതയും ഇല്ലയെന്ന് മാത്രമല്ല, രാജ്യത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് നയിക്കാനുള്ള ശേഷി ഈ പ്രസ്ഥാനത്തിനുണ്ട് എന്ന് മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ ലക്ഷ്യം വയ്ക്കുന്ന, ഇവരെ ചുറ്റും കിടന്ന് കുറയ്ക്കുന്നവരങ്ങനെ കുറച്ചോട്ടെ, പക്ഷേ രാജ്യത്തിനെ മുന്നോട്ട് നയിക്കാനും സമൂഹത്തിന് ഗുണമുണ്ടാക്കാനും ഈ പ്രസ്ഥാനത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളത് യുവാക്കൾക്കിടയിൽ ചർച്ചയാവുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ശശി തരൂരിൻ്റെ വരവ് ഉറപ്പായിട്ടും ഇപ്പോൾ കോൺഗ്രസ്സിലായതുകൊണ്ട് വിട്ടുനിൽക്കുന്ന ഒരു പറ്റം യുവാക്കളുണ്ടാവും. അവർ കുറച്ചുകൂടി സ്വതന്ത്രമായി BJPയിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയും കൂടെ ആവില്ലേ അത്? തീർച്ചയായും. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ അനിൽ ആന്റണിയുടെ BJPയിലേക്കുള്ള വരവോടുകൂടി ഇപ്പോഴത്തെ BJPയുടെ ഒരു സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആയ അനൂപ് ആന്റണി, അങ്ങനത്തെ ഒരുപാട് എന്താ പറയുക ക്രിസ്ത്യൻ ഫേസസ് ഞാൻ മനസ്സിലാക്കുന്ന ഒരുപാട് മുസ്ലിം യുവാക്കളും BJPയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ BJPക്ക് ഈ പറയുന്ന ഐഡിയോളജിക്കൽ ഫ്ലെക്സിബിലിറ്റി ഉള്ളൊരു പാർട്ടിയാണെന്നുള്ളത് ആളുകൾക്ക് മനസ്സിലായി തുടങ്ങിക്കഴിഞ്ഞു. അത് കേരളത്തിൽ കുറച്ച് സ്ലോ ആണെങ്കിൽ പോലും ആളുകളത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പ്രധാനമന്ത്രി മോദി അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മൈഗവ് എന്നൊരു പ്ലാറ്റ്ഫോം തുടങ്ങിയായിരുന്നു. ആ പ്ലാറ്റ്ഫോം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു എന്താ പറയുക ഇൻക്ലൂസീവ് ഫോം ഓഫ് ഗവേണൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ വ്യക്തിക്കും അതിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിൻ്റെ പ്ലാറ്റ്ഫോം തന്നെ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ബാക്ക് എൻഡിലൊക്കെ വർക്ക് ചെയ്ത് ഒരുപാട് എന്താ പറയുക ഈ പല ജാതി മതം എല്ലാത്തിനും അപ്പുറത്തേക്കുള്ള കുറേ ആളുകൾ വന്നിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഒക്കെ വോളണ്ടറി കോൺട്രിബ്യൂഷൻസ് ആണ്, ഇവർക്കൊന്നും പേയ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവരൊക്കെ വന്ന് പ്രവർത്തിച്ച് അതിനെ ബിൽഡ് ചെയ്തെടുത്തു. അതിൽ ഞാനുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുന്നതിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത് ഓരോ ഭാഗത്തുള്ള ഇന്ത്യയുടെ എല്ലാ കോർണറിലുള്ള ആളുകളെയും ഒന്നിച്ച് കൊണ്ടുവരിക, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക, എന്നിട്ട് അതിൻ്റെ പുറത്ത് അതിനെ എന്താ പറയുക അതിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അഭിപ്രായങ്ങളൊക്കെ തന്നെ ഒരു പോളിസിയായി മാറ്റുക. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പോളിസിയായി മാറുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയായിരുന്നു തുടങ്ങി വെച്ചത്. ഈ ഒരു ഇൻക്ലൂസീവ് ഫോം ഓഫ് ഗവേണൻസിൻ്റെ ഒരു കൃത്യമായ മോഡൽ കാഴ്ചവെച്ചതാണ്. അപ്പോൾ അത് അന്ന് തുടങ്ങി ഇന്ന് വരെ നമുക്ക് എല്ലാ ഏരിയാസിലും അത് കാണാൻ പറ്റുന്നുണ്ട്. അത് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. കേരളത്തിൽ അതിൻ്റെ ഒരു പെനിട്രേഷൻ വളരെ കുറവായിരുന്നു. ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ മൈഗവ് എന്ന പ്രൊജക്റ്റ് ഒന്നും ആർക്കും അറിയണ്ടാവില്ല. വളരെ കുറച്ച് ആൾക്കാർക്ക് അറിയുള്ളൂ. ഇപ്പോൾ പലപ്പോഴും ഈ ഗവൺമെൻറ് വെബ്സൈറ്റ്സിൻ്റെ ഒക്കെ താഴെ പോയി നോക്കി അതിൻ്റെ ലോഗോ മാത്രം കാണാം. അങ്ങനെയാണ് ആൾക്കാർ അതിനെ ചെക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയത്. പക്ഷേ ആ ഒരു പ്രൊജക്റ്റ് അതിൻ്റെ ഭാഗമായിട്ടാണ് മൻ കി ബാത്ത് പോലുള്ള പരിപാടികൾ പോലും വന്നത്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി. അതായത് ഒരു ഇൻക്ലൂസീവ് മോഡൽ ഓഫ് ഗവേണൻസ് തന്നെയാണ് ഇവിടെ ഈ വില കുറഞ്ഞ രാഷ്ട്രീയ പകപോക്കലിൻ്റെ പേരിൽ മാത്രം BJPക്ക് കൊടുക്കുന്നൊരു ടാഗ് ഉണ്ട്. അത് മാറാൻ പോവുകയാണ്. അതിലൂടെ അതിനൊരു പക്ഷേ വലിയ മാറ്റം ഉണ്ടാകും. തരൂരിനെ പോലുള്ള ആളുകൾ BJPയിലേക്ക് എത്തിക്കഴിഞ്ഞു.
അതിപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് ഒരുപാട് അതിൽ മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ്റെ പല പ്രതികരണങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ സിസ്റ്റമാറ്റിക് ഉള്ള ആ ഒരു വർക്ക് കൾച്ചർ, ഇതിലേക്ക് എന്താ പറയുക യുവാക്കളെ കൊണ്ടുവരുന്ന രീതി, ഇതൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു ബി ജെ പിക്ക് ചാർത്തി കൊടുത്ത ആ ഒരു കേരളത്തിലെ ടാഗ് മെല്ലെ മെല്ലെ BJP തന്നെ മാറ്റിയെടുക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.